ഇന്ന് ബ്രഹ്മകുമാരീസിൻ്റെ രാജയോഗ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ്റെ യൂത്ത് വിങ്ങിലുള്ള ഭാരതത്തിലെ അംഗങ്ങൾ രാഷ്ട്രപതിജിയുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ അനുവാദത്തോടെ ചെറിയൊരു കാര്യപരിപാടി നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് മുഴുവൻ ഭാരതത്തിൽ നിന്നും യൂത്ത് വിങ്ങിൻ്റെ 40 വർഷത്തെ സേവന യാത്രയെ ആഘോഷിക്കുന്നതിനായി നാം എല്ലാവരും ഈ രാഷ്ട്രപതി ഭവനത്തിൽ വളരെയധികം പ്രതീക്ഷയോടെയും ഉണർവോടെയുമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ ഏറ്റവും ആദ്യം ബ്രഹ്മകുമാർ അരുൺ ഭായിജിയെ ഈ 40 വർഷത്തെ യൂത്ത് വിങ്ങിൻ്റെ സേവനത്തെക്കുറിച്ച് സംക്ഷിപ്തമായി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നു. ഓം ശാന്തി. ആദരണീയ രാഷ്ട്രപതിജി, പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീ വിശ്വവിദ്യാലയത്തിൽ യുവാക്കളുടെ സേവനത്തിനായി 1985 മുൻപ് തന്നെ യൂത്ത് വിങ് രൂപീകരിക്കപ്പെട്ടു. യൂത്ത് വിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം ഇതായിരുന്നു: ഈ ദേശത്തിലെ യുവാക്കളിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ശക്തിയെ രാഷ്ട്ര നിർമ്മാണത്തിനായും ദേശത്തിനായും വിശ്വശാന്തിക്കായും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ 21-ാം നൂറ്റാണ്ടിലുള്ള യുവാക്കളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള പല പരിപാടികളും യൂത്ത് വിങ് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ 40 വർഷങ്ങളായുള്ള യൂത്ത് വിങ്ങിൻ്റെ സേവന പരമ്പരയെക്കുറിച്ച് സംക്ഷിപ്തമായി ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1985 മുതലാണ് ഈ സേവനയാത്ര ആരംഭിക്കുന്നത്. 1985 UNO ഇൻ്റർനാഷണൽ യൂത്ത് ഇയറായി ആഘോഷിച്ച സമയത്ത് മുഴുവൻ ഭാരതത്തിലും ഏറ്റവും ആദ്യം യൂത്ത് വിങ്ങിലൂടെ ചെയ്ത സേവനമാണ് 12 പദയാത്രകൾ 12 സ്ഥലങ്ങളിൽ നിന്നും പുറപ്പെട്ടു. 1989 ഓൾ ഇന്ത്യ മോറൽ അവേക്കനിങ് കമ്പയിൻ്റെ ഭാഗമായി മുഴുവൻ ഭാരതത്തിലും 69 സ്ഥലങ്ങളിൽ നിന്നും ഈ കമ്പയിൻ ആരംഭിച്ചു. 1993 ഹാർമണി യൂത്ത് സൈക്കിൾ യാത്ര മുഴുവൻ ഭാരതത്തിലും 9 സ്ഥാനങ്ങളിൽ നിന്നും പുറപ്പെട്ടു. 1995 യൂത്ത് ഡെവലപ്മെൻറ്റ് കമ്പയിൻ വളരെ വലിയൊരു പരിപാടിയാണ് സംഘടിപ്പിച്ചത്. പിന്നീട് 1997 പോസിറ്റീവ് ചേഞ്ചിൻ്റെ പ്രൊജക്റ്റും രൂപീകരിക്കപ്പെട്ടത്. 2002 മുതൽ 2005 വരെ സ്വച്ഛവും സ്വർണിമവും ആരോഗ്യപൂർണവുമായ ഭാരതത്തിനായുള്ള കമ്പയിൻ ആരംഭിച്ചു. 2006 വളരെ വിപുലമായ സ്വർണിമ ഭാരത യുവ പദയാത്ര ഭാരതത്തിലെ 31 സ്ഥാനങ്ങളിൽ നിന്നും ആരംഭിച്ചു. 2013 51 സ്ഥാനങ്ങളിൽ ശാന്തി ദൂത് സൈക്കിൾ യാത്രയും സംഘടിപ്പിച്ചിരുന്നു. നാഷണൽ ഇൻ്റഗ്രേഷൻ യൂത്ത് ഹാർമണി റൺ 98 സ്ഥാനങ്ങളിൽ ഭാരതം മുഴുവനും സംഘടിപ്പിച്ചു. 2017 മുതൽ 2020 വരെ മുഴുവൻ ഭാരതത്തിലും എൻ്റെ ഭാരതം സ്വർണിമ ഭാരതം എന്ന ലക്ഷ്യത്തെ ആസ്പദമാക്കിയൊരു എക്സിബിഷനോടുകൂടിയുള്ള ബസ് യാത്ര മുഴുവൻ ഭാരതത്തിലുടനീളവും ഈ ബസ് യാത്ര സംഘടിപ്പിച്ചു. ഇതുപോലെ തന്നെ 2021 മുതൽ 2023 വരെ ഉണരൂ ജഗത്തിൻ്റെ യുവാക്കളെ എന്ന ഒരു പ്രൊജക്റ്റ് രൂപീകരിക്കപ്പെട്ടു. ഇപ്രകാരം ഭാരതത്തിലുള്ള ലക്ഷക്കണക്കിന് യുവാക്കളെ ലഹരി വിമുക്തമാക്കുന്നതിനും അവരുടെ സംസ്കാര രൂപീകരണത്തിനുമായി അവരുടെ മൂല്യങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനായി ഒരുപാട് കാര്യപരിപാടികൾ നടത്തി വന്നു. ലക്ഷക്കണക്കിന് യുവാക്കളുമായി സമ്പർക്കത്തിലേക്ക് വന്നു. അവരുടെ ജീവിതത്തിൽ മോശമായ അവഗുണങ്ങളിൽ നിന്നും മുക്തമാക്കാനും സാധിച്ചു. ഓം ശാന്തി. ബഹുമാനപ്പെട്ട രാഷ്ട്രപതിജി, ഞാൻ ബ്രഹ്മകുമാരീസിൻ്റെ യൂത്ത് വിങ്ങിൽ വരും കാല സേവനത്തെക്കുറിച്ചുള്ള ചെറുവിവരണം നൽകാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വർഷത്തേതുപോലെ ഈ വർഷവും യൂത്ത് വിങ്ങിലൂടെ യുവാക്കളുടെ ആത്മീയവും ഭൗതികവുമായ ഉദ്ധാരണത്തിനു വേണ്ടി
പല പ്രകാരത്തിലുള്ള കോഴ്സസും ട്രെയിനിങ് പ്രോഗ്രാംസും സംഘടിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിനായി പോസിറ്റീവ് ചേഞ്ച് കോഴ്സ്. ഈ കോഴ്സിലൂടെ സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ ജോലി ചെയ്യുന്ന യുവാക്കൾക്ക് വേണ്ടിയും പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവ് പേഴ്സണാലിറ്റി, അതുപോലെ സംബന്ധങ്ങളിലുള്ള പോസിറ്റിവിറ്റി, ടൈം മാനേജ്മെൻറ്റ്, ഗോൾ സെറ്റിംഗ് എന്നീ വിഷയത്തിനുമേൽ കോഴ്സ് എടുക്കുന്നതാണ്. അടുത്തൊരു പ്രൊജക്റ്റാണ് പരീക്ഷാമിത്രം. ഈ പ്രൊജക്റ്റിലൂടെ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യൽ ട്രെയിനിങ് വയ്ക്കുന്നതായിരിക്കും. ഇതിലൂടെ അവർ പരീക്ഷയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ, ഉദാഹരണത്തിനായി ഭയം, ചിന്ത, ആത്മഹത്യ വരെ ചെയ്യുന്നത് പോലുള്ള പ്രവണതകളിൽ നിന്നും രക്ഷപ്പെടുത്തുക. നല്ല തയ്യാറെടുപ്പോടെ ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ നേരിടാനുള്ള പ്രചോദനം നൽകുക. അടുത്ത പ്രൊജക്റ്റാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിലുള്ള യുവാക്കൾക്കായി സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം. ഈ പ്രൊജക്റ്റിൻ്റെ പേരാണ് ആർട്ട് ഓഫ് ആങ്കറിംഗ്, ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ഇതിലൂടെ യുവ സഹോദരീ സഹോദരന്മാർക്ക് സ്റ്റേജ് കോർഡിനേഷനുമായും അതുപോലെ പബ്ലിക് സ്പീക്കിങ്ങിനുമായുള്ള ട്രെയിനിങ് നൽകുക. ഈ പ്രൊജക്റ്റുകളെല്ലാം ദേശത്തിലുള്ള പല സ്ഥാനങ്ങളിലാണ് സംഘടിപ്പിക്കുക. ആയിരക്കണക്കിന് ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്താനുള്ള ലക്ഷ്യം ബ്രഹ്മകുമാരീസിലെ യൂത്ത് വിങ്ങിനുണ്ട്. ഇതിനു പുറമെ ദേശം മുഴുവനുമുള്ള യങ് ലീഡേഴ്സിനായി മൗണ്ട് അബുവിലുള്ള ഗ്യാൻ സരോവറിൽ വെച്ച് മാജിക് ഓഫ് മെഡിറ്റേഷൻ എന്ന കോൺഫറൻസ് മെയ് 30 മുതൽ ജൂൺ 3 വരെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം യൂത്ത് വിങ്ങിൻ്റെ 40ാം വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ സെപ്റ്റംബർ 19 മുതൽ 23 വരെ മൗണ്ട് അബുവിലുള്ള ശാന്തിവനിൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഉത്സവത്തിൽ ദേശം മുഴുവനുമുള്ള യുവാക്കളായ സഹോദരീ സഹോദരന്മാർ പങ്കെടുക്കുന്നതാണ്. കൂടാതെ ദേശത്തിലുള്ള 3 സ്ഥാനങ്ങളിലായി 10,000 മുതൽ 12,000 യുവാക്കളുടെ കാര്യപരിപാടി സംഘടിപ്പിക്കുന്നതായിരിക്കും. ബ്രഹ്മകുമാരീസിൻ്റെ യൂത്ത് വിങ് യുവാക്കളെ എപ്പോഴും പോസിറ്റീവ് രീതിയിലുള്ള മാർഗനിർദ്ദേശനം പറഞ്ഞു കൊടുക്കുന്നതിൽ എപ്പോഴും കടപ്പെട്ടിരിക്കും. ഇനി മുന്നോട്ടും അതുപോലെ തന്നെ ആയിരിക്കും. നന്ദി. ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ യൂത്ത് വിങ്ങിലുള്ള അംഗങ്ങളുമായി കുറച്ച് സമയത്തേക്ക് മിലനം ചെയ്യാനായുള്ള അവസരം ലഭിച്ചു. ഇത്രയും നേരം നമ്മൾ കേട്ടത് 1985 മുതൽക്ക് തുടങ്ങിയിട്ടുള്ള ഈ യൂത്ത് വിങ് ഇത്രയും കാലം എന്തെല്ലാം സേവനം ചെയ്തു എന്നുള്ളതും ഇനി ഭാവിയിലേക്ക് ഉള്ള പ്ലാനിങ്ങുകൾ എന്തെല്ലാം എന്നുള്ളതും നമ്മൾ കേട്ടു. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ, ഭാരതം എന്ന ദേശത്തിൽ 55% യുവാക്കളുണ്ട്. ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഏതൊരു ദേശത്തിലെ യുവാക്കളാണോ സശക്തരും സമ്പന്നരുമായി തീർന്നിരിക്കുന്നത്, അത് ധനപരമായി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സമാജത്തിലായിക്കോട്ടെ, ശിക്ഷണമെടുക്കുന്ന രീതിയിലായിക്കോട്ടെ, ആത്മീയ രീതിയിലാണെങ്കിലും, അതനുസരിച്ച് ദേശവും അത്രയും സശക്തവും ഉറപ്പുള്ളതുമായിരിക്കും. എനിക്ക് ഈ ഒരു കാര്യം കേട്ട് വളരെ സന്തോഷം തോന്നുകയാണ്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഗവൺമെൻറ്റിൻ്റെ ഏതെല്ലാം സ്കീമുകളുണ്ടോ ആ സ്കീമുകളും പാലിക്കുന്നുണ്ട്. ആരംഭത്തിൽ നോക്കുന്ന സമയത്ത് ആത്മീയ രീതിയിലുള്ള സശക്തമാണ് കാണപ്പെടുന്നത് എങ്കിൽ പോലും ആത്മീയ രീതിയിലുള്ള സശക്തീകരണത്തിലൂടെ മാത്രം ദേശത്തിൻ്റെ ഉന്നതി ഉണ്ടാവുകയില്ല. അത് ധനപരമായും അതുപോലെ സമാജത്തിൻ്റെ രൂപത്തിലും നാം ഇറങ്ങിച്ചെല്ലുകയാണെങ്കിലേ ദേശത്തിൻ്റെ ഉന്നതി സംഭവിക്കൂ. അതിനോടൊപ്പം ഭാരതീയ സംസ്കൃതിയെയും നാം മുന്നോട്ടുയർത്തേണ്ടതുണ്ട്. ഇതിനെല്ലാം മുന്നോട്ടുയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ആത്മീയ രീതിയിലും സശക്തരാകാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നിങ്ങളെല്ലാവരിൽ നിന്ന് തന്നെ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, നമ്മൾ ആത്മാക്കളാണെന്നുള്ളത്. ആത്മാവാണ് ഈ ശരീരത്തെ ധാരണ ചെയ്തിരിക്കുന്നത്. ആത്മാവിന് വേണ്ടത് ആത്മീയ ശക്തിയാണെങ്കിൽ ഈ ശരീരത്തിന് വേണ്ടത് അന്നം, വസ്ത്രം, വാസത്തിനായുള്ള ഗൃഹം എന്നിവയാണ്. ഈ അന്നവസ്ത്രത്തിനെല്ലാം വേണ്ടിയാണ്
നമ്മൾ ധനപരമായുള്ള വഴി തിരഞ്ഞെടുക്കുന്നത്. കുറച്ചു മുൻപ് വൈറലായിട്ടുള്ള ഒരു ന്യൂസാണ്. ഒരു യോഗി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ യോഗിയുടെ മേൽ മുഴുവനായും മഞ്ഞുകൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. കേവലം സ്കെലിട്ടൻ മാത്രമേ ഉള്ളൂ. അതുപോലെയൊന്നും നമുക്ക് ആർക്കും പോകേണ്ട ആവശ്യമില്ല. ഈ യോഗി അന്നവും ജലവും എത്ര കാലം അഥവാ എത്ര നാളുകൾ കൊണ്ട് കഴിക്കാതിരിക്കുന്നു എന്നറിയില്ല. അങ്ങനെയുള്ളവർക്ക് അന്നത്തിൻ്റെ ആവശ്യമില്ല, വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല, വാസത്തിനായുള്ള ഗൃഹത്തിൻ്റെയും ആവശ്യമില്ല. നമ്മൾ അങ്ങനെയൊരു അവസ്ഥ വരെ എത്തിച്ചേരുന്നവരല്ല. എന്തുകൊണ്ടെന്നാൽ യോഗി അർത്ഥം അവനവൻ്റെ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് ആർക്കും സമാജ സേവനം ചെയ്യാൻ സാധിക്കില്ല, അഥവാ ദേശത്തിൻ്റെ ഉന്നതി സാധിക്കില്ല. അതിനാൽ താങ്കൾ ഏതെല്ലാം സേവനങ്ങളാണോ ചെയ്യുന്നത്, അത് യോഗി കൃഷിയുടെ സേവനമായിക്കോട്ടെ, അതായത് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ ജൈവവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി ആയിക്കോട്ടെ, സ്വച്ഛവും സ്വർണിമവുമായ ഭാരതത്തിനായി എന്തെല്ലാം പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ടോ അതെല്ലാം വളരെ പ്രശംസയ്ക്കർഹമായ കാര്യമാണ്. ദേശത്തെ മുന്നോട്ടുയർത്തുന്നതിനായി ഈ കാര്യങ്ങളെല്ലാം നല്ലതാണ്. പക്ഷേ ഏറ്റവും ആദ്യം നമ്മൾ സ്വയത്തെ മുന്നോട്ടുയർത്തുക എന്നുള്ളതാണ്. സ്വയം തൻ്റെ ഉന്നതിയിലൂടെ ദേശത്തിൻ്റെ ഉന്നതി ഉണ്ടാകുമെന്നുള്ള താങ്കളുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തെ ഞാൻ വളരെയധികം പ്രശംസിക്കുന്നു. സ്വയത്തെ മുന്നോട്ടുയർത്തുക എന്നുള്ളത് ആത്മീയ രീതിയിലാണെങ്കിലും സാംസ്കാരിക തലത്തിലാണെങ്കിലും ഏതൊരു ആത്മീയ പ്രസ്ഥാനത്തിനും നേരിട്ടിത് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ താങ്കളുടെ പക്കൽ പലതരം വിങ്ങുകളുണ്ട്. ഈ പലതരം വിങ്ങിലൂടെ, ഉദാഹരണത്തിന് യൂത്ത് വിങ് എന്ന് പറഞ്ഞതുപോലെ അഗ്രികൾച്ചർ, അതായത് കൃഷി സംബന്ധമായ കാര്യത്തിനുള്ള വിങ്, അതുപോലെ എഞ്ചിനീയേഴ്സ് വിങ്, ഡോക്ടർ വിഭാഗത്തിലുള്ളവരുടെ വിങ്, അങ്ങനെ ഏതെല്ലാം തലത്തിലുള്ളവരുണ്ടോ. ഗവൺമെൻറ്റിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്കും അപ്രകാരത്തിൽ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെയും നല്ല രീതിയിൽ മുന്നോട്ടുയർത്തുന്നതിനായുള്ള പരിശ്രമം നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ വളരെയധികം സ്കീമുകളെക്കുറിച്ച് ഞാൻ അറിയുന്നുണ്ട്. എന്നാൽ താങ്കളുടേതായിട്ടുള്ള രീതിയിലുള്ള ആത്മീയ അജണ്ട തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആത്മീയ രൂപത്തിലുള്ള സശക്തീകരണം ഇല്ലാതെ നമുക്കൊരിക്കലും ഭൗതിക രീതിയിൽ, ശാരീരിക രീതിയിലുള്ള സശക്തീകരണം സംഭവ്യമല്ല. താങ്കളെല്ലാവർക്കും ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ ആദ്യം ഇത്രയ്ക്കും സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല ബ്രഹ്മകുമാരീസിൻ്റെ. ഇപ്പോൾ ഓരോ ഗ്രാമങ്ങളിൽ നോക്കുകയാണെങ്കിൽ എല്ലാവിടെയും ബ്രഹ്മകുമാരീസിൻ്റെ ശാഖകൾ ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ലോകത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു ദിശാബോധം വന്നിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത്. ജീവിതം എന്നാൽ കേവലം കഴിക്കുക, കുടിക്കുക, അഥവാ ജോലി ചെയ്യുക, ബിസിനസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. എന്നാൽ ജീവിതത്തിലുള്ള പരിതസ്ഥിതികളെ മുന്നോട്ട് നേരിടുന്നതിനായി നമുക്ക് ആന്തരിക ശക്തികൾ വളരെയധികം അത്യാവശ്യമാണ്. അതിനായി നമുക്ക് സമയം കണ്ടെത്തേണ്ട ആവശ്യവുമുണ്ട്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരുപാട് ആളുകൾ എവിടെയെല്ലാം ക്ഷേത്രങ്ങളുണ്ടോ, അതുപോലെ മസ്ജിദുകളുണ്ടോ, ഗുരുദ്വാരയുണ്ടോ, അവിടേക്കെല്ലാം സമയം കണ്ടെത്തി പോകുന്നുണ്ടല്ലോ. എന്തുകൊണ്ടെന്നാൽ എനിക്ക് തോന്നുന്നത് ആളുകളെല്ലാം അങ്ങനെയൊരു സ്ഥാനത്തിനായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ശാന്തിക്കായി, സമാധാനത്തിനായി ഇതുപോലുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഒരു സമയമാണിത്. ഇതെല്ലാം എനിക്ക് തോന്നുന്നത് താങ്കളുടെ സാധനയുടെ പ്രഭാവത്തിൻ്റെ ശക്തി എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ഈ പ്രസ്ഥാനം 1936 ദാദാ ലേഖ്രാജാണ് ആരംഭിച്ചത്. ഇപ്പോൾ താങ്കളുടെ ഈ ഒരു പ്രസ്ഥാനം ദേശവിദേശങ്ങളിൽ വ്യാപിച്ചിട്ടുമുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇതാണ്: താങ്കളുടെ പക്കൽ സാധനയുടെ ബലമുണ്ട്, ആത്മീയതയുടെ ബലമുണ്ട്, യോഗബലമുണ്ട്. ആ ബലത്തിന് മുന്നിൽ ഞങ്ങളെല്ലാം സാധാരണ മനുഷ്യർ മാത്രമാണ്. അതിനോടൊപ്പം നിങ്ങളെല്ലാവരും ജീവിതം ജീവിക്കാനുള്ള ടെക്നിക്ക് അഥവാ ജീവിതകല, ആർട്ട് ഓഫ് ലിവിങ് പഠിപ്പിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഉള്ളൊരു വിങ്ങാണ് സയൻറ്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയറിംഗ് വിങ്. ആർട്ട് ഓഫ് ലിവിങ് പഠിപ്പിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഫിനാൻഷ്യലി, ധനപരമായുള്ള ലിവിങ്ങിനെ പ്രതിയും ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഫിനാൻഷ്യലി നമ്മളെങ്ങനെ സശക്തരാകാം, ഇതിനെക്കുറിച്ചും ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ജീവിതം ജീവിക്കാനുള്ള പല കാര്യങ്ങളെക്കുറിച്ചുകൂടി നിങ്ങളിതിൽ ഉൾപ്പെടുത്തണം. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ധനപരമായ പ്രശ്നങ്ങളും കൂടി ഉള്ളതിനാൽ എനിക്ക് തോന്നുന്നു
ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ നിങ്ങളുടെ സംഘടനയ്ക്കായി പ്രവർത്തിക്കുമെന്ന്. ജീവിതം ജീവിക്കാനുള്ള സഹായങ്ങൾ, അതായത് മിനിമം രീതിയിലുള്ള ധനപരമായ സഹായങ്ങൾ, ഇതിൻ്റെയും ഒരു വിങ് തീർച്ചയായിട്ടും രൂപീകരിക്കണം. അങ്ങനെയെങ്കിൽ ആളുകൾ ഈ ദിശയിലേക്ക് കൂടുതൽ താല്പര്യപ്പെട്ട് വരുന്നതാണ്. താങ്കളുടെ ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷി, ഇതിനെക്കുറിച്ച് ചെയ്യുന്ന സേവനങ്ങളിൽ ധാരാളം പേർ പങ്കുചേരുന്നുണ്ട്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമി മുഴുവനും കല്ലിന് സമാനമായി, പാറയ്ക്ക് സമാനമായി മാറിയിരിക്കുകയാണ്. ഭൂമിയുടെ അവസ്ഥ മാത്രമല്ല, ലോകത്തിലെ മനുഷ്യരുടെ ശരീരത്തിൻ്റെ അവസ്ഥയും വളരെ മോശമായിരിക്കുകയാണ്. ഇപ്രകാരത്തിലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചുള്ള പച്ചക്കറി കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഇതിൻ്റെ ജ്ഞാനമുള്ളവർ പിന്നെയും കുറച്ച് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ ആർക്കാണോ ഇതിൻ്റെ വിവേകമില്ലാത്തത് ഭക്ഷണത്തെ പ്രതി, അവർ 30, 35 അല്ലെങ്കിൽ 45, 50 വയസ്സ് വരെ മാത്രമേ ജീവിക്കുന്നുള്ളൂ. അതിനാൽ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഈ വഴിയിലൂടെയും ധാരാളം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു സേവനം ലോകത്തിലുള്ളവരെല്ലാവരും സ്വീകരിക്കുന്ന ഒന്നാണ്. ആദ്യമെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് ഋഷിമുനിമാർ 200-300 വർഷം വരെ ജീവിച്ചിരുന്ന കാലഘട്ടം. എന്തുകൊണ്ടാണത്? വളരെ സാത്വികമായ ഭക്ഷണം കഴിച്ചതുകൊണ്ട്. ഇപ്പോൾ നോക്കൂ, മനുഷ്യർ എത്ര പെട്ടെന്നാണ് മരിച്ചു വീഴുന്നത്. അവരുടെ ജീവിത രീതി, ഭക്ഷണപാനീയങ്ങൾ, അത് മാത്രമല്ല മാനസികമായുള്ള സംഘർഷങ്ങളും, കൂടാതെ വളരെയധികം ധനം സമ്പാദിക്കാനുള്ള അത്യാഗ്രഹം. അതിനാൽ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും വളരെ നല്ലൊരു സേവനമാണ് ചെയ്യുന്നത്. താങ്കൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഓം ശാന്തി. युवा के पास है बुद्धि बल, तू कर सकता हर बात का हल। तन मन से तू ताकतवर, दुनिया में अब कुछ अद्भुत कर। तू हद से निकल कर छू ले कामयाब का आसमान। तू हद से निकल कर छू ले कामयाब का आसमान। युवा तू देश की शान, तू अपनी शक्ति को पहचान।